ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് തിരുത്തും. പഴയ സർക്കുലറിൽ മാറ്റം വരുത്തി പുതിയ സർക്കുലർ ഇറക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി ടിൻഡു തുടരുന്നുണ്ട്. തത്സമയം ടിൻഡു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, വിവാദ മോട്ടോർ വാഹന അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് തിരുത്താനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. തിരുത്തിയ സർക്കുലർ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ മോട്ടോർ വാഹന ഉടമകൾ അല്ലെങ്കിൽ മോട്ടോർ വാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകൾ സംസ്ഥാന വ്യാപകമായിട്ട് ഈ ടെസ്റ്റുകളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ കേസ് വന്നു. ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കൂടെയായിട്ട് ആണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറും അതോടൊപ്പം തന്നെ ആൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയത്. ഈ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനം ആയിട്ടുള്ളത്. ആവശ്യമെങ്കിൽ, അതായത് ഇവർ മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ആവശ്യമെങ്കിൽ അവയൊക്കെ തിരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. നമുക്കറിയാം, വളരെ വിവാദമായിരുന്നു ഉത്തരവ്. ഈ 15 വർഷം കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾക്കുള്ളിലെ ക്യാമറ, അതോടൊപ്പം തന്നെ സ്ലോട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ കാര്യമായതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് തിരുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ വിവരമറിയിക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനമെടുത്തതിനു ശേഷം മാത്രമായിരിക്കും ഉത്തരവിൽ മാറ്റമുണ്ടാകുക, അല്ലെങ്കിൽ സർക്കുലറിൽ മാറ്റമുണ്ടാവുക. വലിയ രീതിയിലുള്ള മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഒരു പക്ഷേ ഈ മാറ്റം ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അംഗീകരിക്കാൻ കഴിയുകയാണെങ്കിൽ സംസ്ഥാനത്ത് RTO ഓഫീസുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഈ സമരത്തിൽ നിന്നും പിന്മാറാനും സാധ്യതയുണ്ട്. ദേവിക, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയായിരുന്നു ടിൻഡു ദാസ്.